പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അത് അനുഗ്രഹിക്കുമ്പോൾ പരസ്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പരസ്യമായും എല്ലാവരും കാണുക അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്. അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നു, ഇസഹാക്ക് അവിടത്തോട് ചേർന്ന് നിന്നു, യാക്കോബ് ചേർന്ന് നിന്നു, ജോസഫ് ചേർന്ന് നിന്നവരെല്ലാം അനുഗ്രഹിച്ചിട്ടുള്ളൊരു ദൈവമാണ്. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയാണ്, എന്നോട് നീ ചേർന്ന് നിൽക്ക്, ഞാൻ നിന്നെ പരസ്യമായി അനുഗ്രഹിക്കുമെന്ന് പറയുക. ഭജന സങ്കീർത്തനം 34:10. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കാൻ കൊതിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കാൻ മുൻകരുതലെടുക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, വിശുദ്ധിയിൽ ചരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ, കർത്താവ് നമുക്ക് ഒന്നിനും കുറവ് വരുത്തുകയില്ല. ഒന്നിനും കുറവ് വരുത്തത്തില്ല. വചനമുണ്ട് വീണ്ടും സങ്കീർത്തനം 107:10. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യും. തൃപ്തിയാവോളം നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സംതൃപ്തമാവോളം നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒറ്റ കാര്യമുള്ളൂ, ഈശോയോട് ചേർന്ന് നിൽക്കുക. ഈശോയോട് ചേർന്ന് നിന്നാൽ അവൻ നമ്മുടെ കാര്യത്തിൽ സീരിയസ് ആവും. വചനം പറയുന്ന പോലെ നിന്റെ തലയിലെ ഓരോ തലമുടി ഇഴയും കൊഴിയുന്നത് ഞാൻ അറിയുന്നു. അത്രമാത്രം ശ്രദ്ധയോടെ കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കും. നിന്റെ ജീവിതം ഈശോയ്ക്കൊന്ന് കൊടുക്കുക. സ്വർഗീയ വഴിയിലേക്ക് വാ. പാപത്തെ വെറുത്തുപേക്ഷിക്ക്. അവൻ്റെ കൽപ്പനകൾ പാലിക്ക്. കർത്താവ് നിന്നെയും നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കും. എൻ്റെ കണ്ണുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നിനക്ക് ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവനും ഉണ്ടാവും, പക്ഷെ കർത്താവിനോട് ചേർന്നല്ല നീ നിൽക്കുന്നതെങ്കിൽ നീ സീറോയാ. പക്ഷെ നിനക്ക് ലോകത്തെ സമ്പത്തൊന്നുമില്ല, നീ ദരിദ്രനാ, പക്ഷെ ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഹീറോയാ. നീയാണ് യഥാർത്ഥമായ സമ്പന്നൻ. ഈശോയോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ കർത്താവ് നിന്നെ നയിക്കും. ഒരു കുറവില്ലാതെ കർത്താവ് നിന്നെ നയിക്കും. ആത്മീയമായിട്ടുള്ളൊരു സമ്പത്തിലേക്ക് നീ കടന്നു വാ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ സമ്പത്തെന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.